നമ്മുടെ ആലയത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഭവനത്തിൽ ആരാധന നമ്മുടെ ജീവിതയാത്രയിലെ ഒരു അനുഗ്രഹീത നിമിഷങ്ങൾ കൂടിയാണ്. ജീവിതയാത്രയിൽ എല്ലാ സന്തോഷവും അനുഭവിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സമയത്ത് ധ്യാനത്തിനായി നാം പാഠമായി വായിച്ചു കേട്ട 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ തമിഴില് ഒന്നുകൂടെ ഒന്ന് വായിക്കും. 11-12. നീയോ ദേവനുடைய മനുഷ്യനെ ഇവകളെ വിട്ടോടി നീതിയെയും தேவபக்தியையும் விசுவாசத்தையும் அன்பையும் பொறுமையையும் சாந்த குணத்தையும் அடையும்படி நாடு. விசுவாசத்தின் நல்ல போராட்டத்தை போராடு. நித்திய ஜீவனை பற்றிக்கொள். அதற்காகவே நீ அழைக்கப்பட்டாய். அநேக சாட்சிகளுக்கு முன்பாக நல்ல அறிக்கை பண்ணினோனுமாய் இருக்கிறாய். ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. എല്ലാ നല്ല ദാനങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടവും ദാതാവുമായ സ്വന്തം ആശയും സന്തോഷവും ഞങ്ങൾ അനുഭവിച്ചു നന്ദിയുള്ളവരായി ജീവിക്കുവാനും കൃപ നൽകണമെന്ന് പ്രതീക്ഷിക്കുന്നു. വചനത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. ക്രിസ്തുയേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ഈ ലേഖനം എഴുതുന്ന സമയത്ത് ജീവിതയാത്രയിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് ഒരു നല്ല യോദ്ധാവായി ഒരു പോരാട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു നല്ല യോദ്ധാവായി ജീവിക്കുന്നതിന് ആഹ്വാനം ചെയ്യുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യാദികൾ നാം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുമ്പോൾ അത് നാം വിശകലനം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യനായി തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തിയെയും ഒരു പടയാളിയായി ഒരു സോൾജറായി ഇവിടെ അദ്ദേഹം കണ്ടുകൊണ്ടാണ് ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് പൗലോസ് വരുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. അവിടെ വിശ്വാസ യാത്രയിൽ നാം ഓരോ സമയവും മുന്നേറുമ്പോൾ ഒരു പടയാളിയായി ഒരു പോരാട്ടത്തിന് ഒരുങ്ങി ഒരു യുദ്ധത്തിന് ഒരുങ്ങി മുന്നോട്ട് പോകുന്നതിനെ ആഹ്വാനം ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ഒരു പടയാളിയുടെ ചിത്രം, ഒരു മിലിറ്ററി ഓഫീസറുടെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വന്നാൽ ഇവരെല്ലായ്പ്പോഴും ഒരു ശത്രുവിനെ അകറ്റി നിർത്തുവാൻ അല്ലെങ്കിൽ ശത്രു നമ്മുടെ രാജ്യത്തേക്ക് വരാതിരിക്കുവാൻ ഒരു പ്രതിരോധം തീർത്ത് അവൻ സദാ ഒരുങ്ങിയിരിക്കുന്നു. അത് വ്യക്തിപരമായി അവരുടെ നേട്ടങ്ങൾക്കല്ല, രാജ്യത്തിൻ്റെ സുരക്ഷ, രാജ്യത്തിൻ്റെ സമാധാനം, ഈ രാജ്യത്തിലെ പ്രജകളുടെ ശാന്തി, ഇതെല്ലാം യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിനാണ് ഒരു പടയാളി പോർമുഖത്ത് ഒരുങ്ങി നിൽക്കുന്നത്. ഇവിടെ അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും, വിശ്വാസയാത്രയിൽ മുന്നേറുന്ന നാം ഓരോരുത്തരും ഒരു പടയാളിയായി ഒരു പോർവീരനായി മുന്നിൽ നിൽക്കുക എന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നാം നമ്മെ സൂക്ഷിക്കുക അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും അധ്വാനം ചെയ്യുക, അത് അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് എങ്കിലും അതിലുപരി കർത്താവിൻ്റെ സാക്ഷ്യം നിലനിർത്തുന്നതിനും മറ്റുള്ളവരുടെ സംരക്ഷണത്തിനായും ജീവിതയാത്രയിൽ തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് ഒരു ദൈവ പൈതലിനെ കർത്താവ് നിലനിർത്തുന്നത്, വിളിച്ചിരിക്കുന്നത് എന്ന് നാം ശ്രദ്ധയോടെ ഓർക്കണം. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്ന ഈ ഭാഗ്യകരമായ പോരാട്ടത്തിൻ്റെ നിമിഷം എന്നത് നമുക്ക് വേണ്ടിയല്ല, വ്യക്തിപരമായല്ല, നമ്മുടെ രാജാധിരാജാവും കർത്താധികർത്താവും അവൻ രാജാധിരാജനായി വാഴുന്ന രാജ്യത്തിൻ്റെ അവകാശികളായി അതിൽ പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന സകലർക്കും സംരക്ഷണം, അവർക്ക് ഒരു
സമാധാനം, അവർക്ക് ഒരു ധൈര്യം, ഇത് പകർന്നു കൊടുക്കലാണ് ഓരോ പടയാളിയുടെയും ഉത്തമമായ ഉത്തരവാദിത്വം. അവനിൽ അർപ്പിതമായിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി അതാണ്, ഒരു സംരക്ഷണമാണ്. മറ്റുള്ളവരെ സംരക്ഷിക്കുകയാണ്, മറ്റുള്ളവർക്ക് ധൈര്യം പകരുകയാണ്, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുകയാണ്. ഈ ഒരു വിശ്വാസത്തിന്റെ തീവ്രതയിലേക്കാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വസ്തുതകൾ അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ വാസ്തവമായി തീരണമെങ്കിൽ, അല്ലെങ്കിൽ അത് നടത്തപ്പെടണമെങ്കിൽ, അത് യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ അനീതിയും അക്രമവും അസമത്വവും നിറഞ്ഞ ഈ ലോകത്തിന്റെ മോഹങ്ങളെ, ആലോചനകളെ, ചിന്തകളെ നമ്മൾ വിട്ടോടി സൗമ്യതയുള്ള, താഴ്മയുള്ള, വിനയമുള്ള ഒരു ഹൃദയത്തോടെ ഈ സാഹചര്യങ്ങളെ കാണാൻ ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ നാം ജീവിക്കുന്ന അവസ്ഥയിലാണ്, ഇങ്ങനെ നാം അധ്വാനം ചെയ്യുമ്പോഴാണ് നിത്യജീവനെ നേടിയെടുക്കുവാൻ, നിത്യജീവനെ അവകാശിയായി തീരുവാൻ, രാജാധിരാജാവായ കർത്താവിന്റെ സന്നിധിയിൽ അവൻ വാസം ചെയ്യുന്ന, അവൻ ഭരിക്കുന്ന അവന്റെ രാജ്യത്തിൽ പ്രവേശനത്തിനായി നമ്മെ ഒരുക്കുന്നത്. അപ്പൊ ഇങ്ങനെ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവസന്നിധിയിൽ കുറ്റക്കാരായി, കുറവുള്ളവരായി തീരാൻ പാടില്ല. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ പോരാട്ട മുഖത്ത്, അല്ലെങ്കിൽ ഈ പോർമുഖത്ത്, അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുള്ള നിമിഷങ്ങളിൽ നാം ഓർക്കേണ്ടുന്നത്, ഞാൻ യുദ്ധം ചെയ്യുന്നത് കൊണ്ട്, ഞാൻ പോർമുഖത്ത് നിൽക്കുന്നത് കൊണ്ട് അനേകർ ആശ്വാസം കൊള്ളുന്നു, അനേകർ ധൈര്യമായിരിക്കുന്നു. പക്ഷേ പല യുദ്ധ കാലങ്ങളിലൂടെ കടന്നുപോയവരാണ് നിങ്ങൾ. അപ്പൊ ഈ അതിർത്തി കാക്കുന്ന പടയാളികളെ സംബന്ധിച്ച് അവർക്ക് ഉറക്കമില്ല, വിശ്രമമില്ല. എല്ലായ്പ്പോഴും അവർ ചിന്തിക്കുന്നത് ഈ രാജ്യത്തെ പ്രതിരോധിക്കുന്നതിലാണ്, ഈ രാജ്യത്തിന്റെ സുരക്ഷയാണ്. എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ സുരക്ഷാ മാനദണ്ഡങ്ങളോ വ്യക്തിപരമായ നേട്ടങ്ങളോ അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങളായിട്ടല്ല. നമ്മെ വിശ്വസിച്ചിരിക്കുന്ന, നമ്മിൽ നമ്മുടെ കഠിനമായ പ്രയത്നം കൊണ്ട് ദൈവിക രാജ്യത്തിൽ സുരക്ഷിതരായിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് എന്ന ചിന്തയാണ് നമ്മെ ഭരിക്കേണ്ടത്. അവിടെയാണ് സകലത്തെയും ജീവിപ്പിക്കുന്ന, സകലത്തിനും കാരണഭൂതനായ ദൈവത്തിന്റെ സന്ധിയിൽ നാം വിനയം പ്രാപിക്കുന്നതും വലയം പ്രാപിക്കുന്നതും അവന്റെ സന്ധിയിൽ നിലനിൽക്കുന്നതും. അങ്ങനെ ഒരു കാലഘട്ടത്തിനായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ രാജ്യത്തിൽ നമ്മെ അവകാശികളാക്കി അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവനാണ് ഏകാധിപതി, അവനാണ് രാജാധിരാജാവ്, അവനാണ് കർത്താധികർത്താവ്, അവൻ മാത്രമാണ് നിത്യമായിട്ടുള്ളത്. അപ്പൊ ഈ നിത്യമായ കർത്താവ്, നിത്യനായ കർത്താവ്, രാജാധിരാജാവായവൻ, സകലത്തിനും മതിയായവൻ, സകലത്തിനും കാരണഭൂതനായവൻ എന്നെയും നിങ്ങളെയും നിയോഗിച്ചിരിക്കുന്നത് പോരാളികളായിട്ടാണ്. ദൈവരാജ്യ പ്രവേശനത്തിനായി വരുന്ന, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ അംഗങ്ങളായി ചേരുന്ന സകലർക്കും ആശ്വാസം നൽകുവാൻ, ധൈര്യം നൽകുവാൻ, സുരക്ഷ ഒരുക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ പോർക്കളത്തിലാണ് ദൈവിക സമാധാനം ഞാനും നിങ്ങളും കൈമാറ്റം ചെയ്യുന്നത്. അപ്പൊ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വ്യക്തിപരമായി നാം മനസ്സിലാക്കുമ്പോൾ ദൈവം എന്നെ ഒരു യോദ്ധാവായി, ഒരു പടയാളിയായി, ഒരു പോർമുഖത്തേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ നമ്മുടെ ആശ്വാസങ്ങൾക്കോ നമ്മുടെ നേട്ടങ്ങൾക്കോ അല്ല, മറിച്ച് ഈ ദൈവരാജ്യത്തിന് ദൈവം കർത്താധികർത്താവായിരിക്കുന്ന, രാജാധിരാജാവായിരിക്കുന്ന, ഏക കർത്താവായിരിക്കുന്ന അവന്റെ രാജ്യത്തിൽ പ്രതികളായി ചേർക്കപ്പെടുവാൻ, അവന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കാത്തിരിക്കുന്ന അനേകർക്ക് ധൈര്യമുണ്ടാകണം, ആശ്വാസമുണ്ടാകണം, ബലമുണ്ടാകണം. അവർക്ക് ദൈവീക മുഖം കാണുവാനുള്ള മുഖാന്തരങ്ങളായി തീരണം. അതിനാണ് ദൈവം എന്നെയും നിങ്ങളെയും യോദ്ധാക്കളാക്കി തീർത്തിരിക്കുന്നത്. ഈ ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ഈ ഓട്ടം നാം ഓടുമ്പോഴാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ മുഖങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്.
ഏറ്റവും വലിയ പ്രത്യാശ അവിടെ കാണുവാൻ നമുക്ക് കാണുന്നത് അങ്ങനെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്രമേയമായ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാവർക്കും ആശ്വാസവും ധൈര്യവും ബലവും ഉണ്ടാകണം. അതിന് നമ്മുടെ സൗമ്യത, താഴ്മ, വിനയം അതെല്ലാം അർത്ഥപൂർണമായി മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്നിലുള്ള പോരാട്ട വീര്യം അല്ലെങ്കിൽ എന്നിലുള്ള ആ സംരക്ഷണ കവചം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ഭവിക്കുന്നത്. ഒരിക്കലും ഇത് മറന്നു പോകരുത്. ഒരു പടയാളി തനിക്ക് വേണ്ടി പോരാടുന്നില്ല. തൻ്റെ രാജ്യത്തിന് വേണ്ടി, തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, തൻ്റെ രാജ്യത്തിലെ ഓരോ അംഗങ്ങളും സമാധാനമായി അന്തിയുറങ്ങുവാൻ ഒരു പടയാളി യുദ്ധം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ യുദ്ധമുഖത്ത് അവൻ തൻ്റെ ജീവിതത്തെ ത്യജിക്കുന്നത് പോലെ ഓരോ നിമിഷവും വളരെ ത്യാഗപൂർണമായ നിമിഷങ്ങളാണ്. ഈ ത്യാഗത്തിനായിട്ടാണ് ഓരോ ദൈവ പൈതലിനെയും ദൈവം വിളിച്ചിരിക്കുന്നത്. ആ വിളിയിൽ നിലനിൽക്കുന്നതിന് സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു യോദ്ധാവായി, ഒരു പടയാളിയായി, ഓർമുഖത്ത് നിൽക്കുന്ന ഒരു ശക്തി കേന്ദ്രമായി ദൈവം നിയോഗിച്ചിരിക്കുന്നു. എന്നെ നിയോഗിച്ചിരിക്കുന്നത് ഈ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന, ഈ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്ന, ഈ രാജ്യത്തിലെ അംഗങ്ങളായിരിക്കുന്ന, ദൈവത്തെ രാജാതിരാജാവായും കർത്താതികർത്താവായും അംഗീകരിക്കുന്ന എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം. ആ സമാധാനത്തിന്റെ കാവൽക്കാരായിട്ടാണ് ഞാൻ നിങ്ങളും നമ്മെ വ്യക്തിപരമായി കാണേണ്ടത്. അവിടെയാണ് ഈ ഓർമുഖത്ത് നമുക്ക് ദൈവസന്നിധിയിൽ എന്നവണ്ണം നിലനിൽക്കുവാൻ സാധിക്കുന്നത്. അതിന് സർവശക്തനായ ദൈവം എല്ലാവിധമായ കൃപകളും അനുഗ്രഹവും ധൈര്യവും നൽകുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിനറുകളെയും നാങ്ങൾ நமது பாதத்தில் தெரிகின்ற ஆண்டவரை சந்தோஷமாக விசேஷமாக இந்த நல்ல நாளில் சேர்ந்து அன்பு மகனை பாராட்ட உங்களுக்கு செய்திருக்கின்ற நல்ல உதவிக்காக நாங்கள் நன்றி செலுத்துகிறோம். ஆண்டவரே, நீர் அனுகிரகமாயிருக்க என்ற உமது வாக்குறுதிகளை ஆண்டவரை நாங்கள் ஏற்றுக்கும்படியாக நாங்கள் வேண்டிக் கொள்கிறோம். மகனை அனுகிரகமாக நடத்தவும் ஆண்டவரை உமது பாதவி எடுத்துள்ள தன்னை காமை தாழ்த்தி ஆண்டவரே, என் கண்களை என் மலைமக்கள் மேலே நான் ஏறெடுக்கிறேன் அல்ல. ஆண்டவரை நோக்கும்படியாகவும் மகனுக்கு பலனை கொடுத்தர வேண்டும் என்று கூறுகிறோம். நாளே வீரதாமை இருக்கும் ஆண்டவரை சந்தோஷமாக பிரவேசிக்கும் இந்த பொது வாய்ப்பிலே பொது நன்மைகளாக இருக்கட்டும். எங்களுக்காக ஜீவன் வெடித்த கர்த்தரும் ரட்சகருமாய இயேசுவின் மூலமாக நாங்கள் வேண்டிக் கொள்கிறோம். பிதாவே, ஆமென். Happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Rose. Happy birthday to you. May good God bless you. May good God bless you. May good God bless you. Happy birthday to you. അമ്മയ്ക്ക് കൊടുത്താ Yeah.
പാപം എന്നെ നീ കവിഞ്ഞ